എൻ്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ, വല്ലാത്തൊരു കുഴിയിലാണല്ലോ ഞാൻ പെട്ടുപോയത്. ഈ കുഴിയിൽ നിന്നും ആരെന്നെ കയറ്റും? എനിക്കെങ്ങനെ ഈ കുഴിയിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കും? ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ മണ്ഡലം, ശാരീരികമായി, മാനസികമായി, വൈകാരികമായി, നന്മയുടെ പരത്തിൽ, അങ്ങനെ ജീവിതത്തിൻ്റെ പല മേഖലയ്ക്കകത്ത് വ്യത്യസ്തമായ അനുഭവങ്ങളിൽ ഒരു കുഴിയിൽ അകപ്പെട്ട പോലത്തെ ഒരു അവസ്ഥ. എങ്ങനെ പുറത്തു വരും? എന്തായിരിക്കും എൻ്റെ ഭാവി, എൻ്റെ അവസ്ഥ എന്നൊക്കെ ചിന്തിച്ച് ഭാരപ്പെട്ട് ആരുമില്ലല്ലോ, കൈവിട്ടപ്പെടപ്പോൾ പോയല്ലോ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും. നിങ്ങൾക്കോടുള്ളൊരു പ്രത്യാശയുടെ, സമാധാനത്തിൻ്റെ ഒരു ദൂത് പറയട്ടെ പ്രിയപ്പെട്ടവരെ. ദൈവത്തിൻ്റെ വചനമായ വിശുദ്ധ ബൈബിളിൽ സങ്കീർത്തന പുസ്തകം 40-ാം സങ്കീർത്തനത്തിൽ ഭക്തൻ ഇങ്ങനെ പറയുന്നുണ്ട്: ഞാൻ യഹോവയ്ക്കായി, എൻ്റെ കർത്താവിനായി ഞാൻ കാത്തിരിക്കുന്നു. വെയിറ്റ് ചെയ്യുക, പേഷ്യൻ്റ്ലി, വളരെ ക്ഷമയോടെ ദൈവസന്നിധിയിൽ കാത്തിരിക്കുക. ഈ ദിവസങ്ങളിൽ ചിലരോട് പറയാം, കാത്തിരിക്കുക, അല്പ ദിവസം കൂടെ, അല്പ മിനിറ്റുകളുടെ, അല്പ മാസം കൊണ്ട് ഒന്ന് വെയിറ്റ് ചെയ്യും. ദൈവപ്രവൃത്തി നിങ്ങൾ കാണാൻ പോകുക. അവൻ എനിക്കിലേക്ക് ചാഞ്ഞ് എൻ്റെ നിലവിളി കേട്ടു. ദൈവസന്നിധിയിൽ കാത്തിരിക്കുന്നവരോട് ദൂത് പറയാം, നിന്നിലേക്ക് ചാഞ്ഞവൻ വരും. ഒരു വലിയ കാറ്റടിക്കുമ്പോൾ വലിയ മരത്തിന്റെ കൊമ്പുകൾ ഇങ്ങനെ ചാഞ്ഞ് നമ്മുടെ അടുത്തേക്ക്, വീടിന്റെ അടുത്തേക്കൊക്കെ വരുന്ന പോലെ ദൈവം കാത്തിരിക്കുന്ന നിനക്ക് വേണ്ടി നിലവിളി കേട്ട് നിന്നിലേക്ക് ചാഞ്ഞു വരിക. ദൈവം ചാഞ്ഞു വന്നാൽ ബൈബിൾ പറയുന്നു, യെശയ്യാവ് 40:2, നാശകരമായ കുഴിയിൽ നിന്നും, കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി. ഇപ്പോൾ പെട്ടിരിക്കുന്ന കുഴി നാശകരമാണ്, തീരുന്ന അനുഭവമാണ്. കുഴഞ്ഞ ചേറ്റ, അതായത് ഒരു കാലൂരി അടുത്തത് വെക്കുമ്പോൾ അടുത്ത് വീണ്ടും ചെളിയിലോട്ടാണ്. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. സ്വയം പരിശ്രമിച്ചാലും ആര് വന്നാലും പറ്റാത്ത രീതിയിലൊരു അനുഭവം. നാശകരമായ കുഴിയിൽ നിന്നും, കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി. ദൈവം നിങ്ങളെ ഈ ദിവസങ്ങളിൽ കയറ്റാൻ പോകുക. എൻ്റെ കാലുകളെ പാറമേൽ നിർത്തി എൻ്റെ ഗമനത്തെ സ്ഥിരമാക്കി. ദൈവം നിലവിളിയിട്ട് നിനക്കായി ചാഞ്ഞു വരുമ്പോൾ വീണ്ടും ഒരു ചെളിയിലേക്കല്ല ദൈവം കൊണ്ട് നിർത്തുന്നത്. നിന്റെ കാലുകളെ പാറമേൽ, ക്രിസ്തുവാകുന്ന പാറമേൽ, ഉറപ്പുള്ള പാറമേൽ നിർത്തി നിന്റെ ഗമനത്തെ സ്ഥിരമാക്കും. എൻ്റെ ശബ്ദം കേൾക്കുന്ന ചിലരുടെ ഗമനത്തെ ദൈവം സ്ഥിരമാക്കാൻ പോകുക. എന്നിട്ട് 3-ാമത്തെ വചനം പറയുന്നു, അവൻ എൻ്റെ വായിൽ പുതിയൊരു പാട്ട് തന്നു. നമ്മുടെ ദൈവത്തിന് സ്തുതി തന്നെ. ഹല്ലേലൂയ. അതുവരെ നിലവിളിയായിരുന്നു, ദൈവമേ ദൈവമേ എന്നുള്ള നിലവിളി, ആര് രക്ഷിക്കും? പക്ഷെ ദൈവം നിലവിളി കേട്ട് ഉറപ്പുള്ള പാറമേൽ നിർത്തിയപ്പോൾ നാവിൽ പുതിയൊരു പാട്ട് തന്നു. ചിലരെ നോക്കി വിളിച്ചു പറയും, ഇതുവരെ നിലവിളിയുടെ വല്ലാത്ത അനുഭവമാണെങ്കിൽ സന്തോഷത്തിന്റെ, സാക്ഷ്യത്തിന്റെ, വിടുതലിന്റെ, സർവശക്തനായ യേശു കർത്താവ് എനിക്ക് വലിയ ചെയ്തു എന്ന് പറയത്തക്കവണ്ണമുള്ള വിടുതലുകൾ നിങ്ങൾക്കായി കർത്താവ് ചെയ്യാൻ പോകുന്നു. വിശ്വസിക്കുക, ദൈവം ഏത് കുഴിയിൽ നിന്നും നിങ്ങളെ നിശ്ചയമായി പുറത്തു കൊണ്ടുവരും. അതുകൊണ്ട് ദൈവത്തിനായി കാത്തിരിക്കാം, ആശ്രയിക്കാം, വിശ്വസിക്കാം. ഗോഡ് ബ്ലസ് യു.